വെൽക്കം ബാക്ക് ടു സൈലന്റ് ഇറ്റ്സ് മീ അനസദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം. യെസ്, നിങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിരിക്കുന്നു. C++ഉം HTML ആയിരിക്കും പലർക്കും ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ SQL ചെയ്തിട്ട് ആൾക്കാർ കുറവായിരിക്കും കേട്ടോ. SQL പല സ്കൂളുകളിലും വെച്ചിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം C++ പ്രോഗ്രാമും HTML ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. പലർക്കും എന്താണ് ചില പിള്ളേരൊക്കെ പറഞ്ഞ സാർ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല, എറൊക്കെയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അവിടെയൊക്കെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. സീനൊന്നുമില്ല, മാർക്ക് അവിടെ വലുതായിട്ട് കുറയത്തൊന്നുമില്ല. ഓക്കെ, എന്നാൽ തന്നെ മക്കളെ ഒരിക്കലും കോഡൊന്നും എഴുതി വെച്ചില്ലെങ്കിൽ ഒരു ലക്ഷ്യം കാണത്തില്ല, അവിടെ മാർക്ക് ഫുൾ ആയിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, ആരും പേടിക്കേണ്ട, ഒഴിക്കും കേട്ടോ. അതായത് മക്കളെ എന്താണ് ഇവിടെ പറയുന്നത് പറഞ്ഞാല് HTML മാക്സിമം ടാക്സുകളൊക്കെ ഉണ്ട്. ആ ടാക്സുകൾ കൃത്യമായിട്ട് എഴുതി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചെന്ന് വിശ്വസിക്കുന്നു. ഔട്ട്പുട്ട് വലിയ ഡിസൈനിങ് ഒന്നും ഇല്ലെങ്കിലും ഔട്ട്പുട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് വായിക്കട്ടെ മക്കളെ, ഇനി നമുക്ക് എന്താണ് തിയറി എക്സാമിന്റെ ടൈമാണ്. തിയറി എക്സാമിനാണെങ്കിൽ തിയറി എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് മക്കളെ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാം. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിങ് എത്ര മാർക്കുള്ള 10 മാർക്ക് ഉണ്ട്. 10 മാർക്ക് ചോദിക്കുന്ന ഒരു സെക്ഷൻ നമുക്ക് എന്താ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാം അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. കാരണം റിവ്യൂ ഓഫ് C++ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് C++ പ്രോഗ്രാമിംഗ് എല്ലാം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ നമുക്ക് എന്താ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് അറേസ് എത്ര മക്കളെ 5 മാർക്ക് ഉണ്ട്. 5 മാർക്കാണ് അറേസ്. വളരെ കുഞ്ഞ ചാപ്റ്റർ ആണ് എങ്കിലും അതിനകത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. കാരണം അതെല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ പ്രോഗ്രാം ആയിരിക്കും. വേണമെങ്കിൽ 5 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം, പ്രോഗ്രാം മാത്രമായിട്ട് വേണമെങ്കിൽ വരാം കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. വേണമെങ്കിൽ കുറച്ച് വേരിയേഷൻ ഒക്കെ വരും, ചിലപ്പോൾ മാർക്കിൽ ചിലപ്പോൾ അങ്ങോട്ട് കൂടുതലും കുറവൊക്കെ വരാം കേട്ടോ. അത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ഫംഗ്ഷൻസ് 8 മാർക്കാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടല്ലോ. അതിനകത്ത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 2 സെക്ഷനിലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും, അതിലൊരു മാറ്റമില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെബ് ടെക്നോളജിയും 2 സെക്ഷൻസ് ഉണ്ട്, തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. സോ 2 സെക്ഷൻസിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്, 10 മാർക്ക് കേട്ടോ. 10 മാർക്കിന്റെ സെക്ഷൻ നമുക്ക് വെബ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമായിട്ട് കണക്കാക്കല്ലേ. ഓക്കെ, അതിനകത്ത് ഓരോ ടാഗ്സിന്റെ ആട്രിബ്യൂട്ട്സ്, ഓരോ ടാഗിന്റെ യൂസുകളും അതിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഐറ്റംസ് ആണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. വെബ് ഡിസൈനിങ് യൂസ് HTML എത്ര മക്കളെ 8 മാർക്കാണ്. കാരണം ഇത് നിയറസ്റ്റ് മാർക്കിൽ 8 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേണമെങ്കിൽ 8-9 ഒക്കെ ആവും കേട്ടോ. ഒരിക്കലും മിസ്സാക്കല് 8-9 ഒക്കെ ആവും. അതിനകത്തുള്ള പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കും, ഒരിക്കലും മിസ്സാക്കല് കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റും അത് നമ്മളെ 6 മാർക്കാണ്. അതിൽ നിന്ന് ഇനി ഇപ്രാവശ്യം വേണമെങ്കിൽ പ്രോഗ്രാംസ് ചോദിക്കാം. പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ലൈഫ് സ്റ്റൈൽ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസ് ഇനി ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് 4 മാർക്കാണ് വെബ് ഹോസ്റ്റിംഗ്. 4 മാർക്കിനാണ് വെബ് ഹോസ്റ്റിംഗ് ചോദിക്കുന്നത്. വെബ് ഹോസ്റ്റിംഗ് 4 മാർക്കിനാണ്. കാരണം വളരെ കുഞ്ഞ ചാപ്റ്റർ ആണ്. 4 മാർക്കിന് എന്താണ് വെബ് ഹോസ്റ്റിംഗ് വരാറുള്ളത് കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡേറ്റാബേസ് മാനേജ് DBMS എന്ന് പറയുമ്പോൾ എത്ര മാർക്കാണ് 10 മാർക്കാണ്. കാരണം ഏതാണ് വെബ് ടെക്നോളജി കൂട്ട് തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണേണ്ട ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ഈ പറഞ്ഞ DBMS, അഡ്വാൻറ്റേജ് ഓഫ് DBMS, ഡിസ്അഡ്വാൻറ്റേജ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഐറ്റം തന്നെ കേട്ടോ. യെസ്, നെക്സ്റ്റ് ആയിട്ട് നോക്കാം. സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്. അതിനകത്ത് കുറെ കൊറീസ് ഉണ്ട്. ആ കൊറീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ചാപ്റ്റർ തന്നെയാണ് 8 മാർക്കിന്റെ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്. കാരണം എന്താണ് സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്? കമ്പോണൻസ് DDL, DML, DCL, പിന്നെ അത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും, ഇൻസെർട്ട് ചെയ്യാൻ ചോദിക്കും, അതിന് സബ് കൊറീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാൻ, അഗ്രിഗേറ്റീവ് ഫംഗ്ഷൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് പറഞ്ഞാണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് തിയറിയാണ്. 4 മാർക്ക് കേട്ടോ. 4 മാർക്കിന്റെ തിയറി ചാപ്റ്റർ ആണ്. വളരെ കുഞ്ഞാണ് കേട്ടോ, എങ്കിലും 4 മാർക്ക് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ആണ് 5 മാർക്കിന്റെ എന്താണ് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ഒരിക്കലും നിങ്ങൾ നോക്കിയിരുന്നിട്ടാണെങ്കിൽ അത് പഠിക്കേണ്ട ഇത് പഠിക്കേണ്ട മൈൻഡ് ഇരിക്കില്ല. എല്ലാ ചാപ്റ്റേഴ്സും അതിന്റെ കൃത്യതയോടെ തന്നെ പഠിക്കുക, അതിന് ഇമ്പോർട്ടൻസ് കണക്കാക്കി പഠിക്കുക. സോ എന്ത് ചെയ്യുക മക്കളെ, എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്, ബൈ.